ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ മുന്നിൽ വെച്ച് മുത്തശ്ശിയും ദേവയാനിയും 25 കോടിയുടെ സമ്മാനമാണ് കേട്ടോ. 25 കോടിയുടെ ഒരു കാറാണ് നയനക്ക് സമ്മാനിക്കുന്നത്. അത് കാണുന്ന അനാമിക ആകെ തകർന്നു പോകുന്ന ആ ഒരു കിടുക്കൻ സീനിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആദർശ് തൻ്റെ ഓഫീസിലെത്തുമ്പോൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് തന്നെ ആദർശിന് കിട്ടാൻ ഒരു ക്ലയൻറ്റ് ആദർശിനെ കോൺടാക്റ്റ് ചെയ്യാണ്. അത് വിദേശ കമ്പനിയിൽ നിന്നായിരിക്കും. ആദർശിനോട് പറയാണ് നല്ലൊരു ഡിസൈൻ വരച്ച് കിട്ടണം എന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ തൻ്റെ കമ്പനിയിലുള്ള ഡിസൈനറോട് പറയുന്നുണ്ട്. പക്ഷെ അവരിത്ര വരച്ചിട്ടും അത് തിരിച്ചു വരച്ചിട്ടും അത് ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം അബിയോട് ചലച്ച പറയുന്നുണ്ട്, നീ ഒന്ന് വരച്ച് നോക്കടാ, നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ നോക്കി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അബിയും അതിനൊപ്പം കൂടുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അനന്തപുരി തനിക്കും വലിയൊരു സ്ഥാനം കിട്ടുമെന്ന ആ ഒരു കരുതൽ അബിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അബിയെ കൊണ്ടും തൻ്റെ കമ്പനിയിലുള്ള ആ ഒരു ഡിസൈനറെ കൊണ്ടൊക്കെ വരച്ച് നോക്കിയപ്പോൾ ശരിയാവില്ല. അങ്ങനെ ആദർശ് വീട്ടിൽ വരികയാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന ആദർശിൻ്റെ മുഖമൊക്കെ ആകെ വാടി തളർന്ന് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കാണുന്ന ദേവയാനിയും നയനയും ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആദർശേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണ, അമ്മേ വിദേശ കമ്പനിയിൽ നിന്നും ഒരു ഡിസൈൻ വരയ്ക്കാൻ ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 600 കോടിയുടെ ലാഭമാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുക. 600 കോടിയോളം വരുന്ന ആസ്തിയുള്ള അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെന്താ കുഴപ്പം, നല്ലൊരു ഡിസൈൻ കിട്ടണം അമ്മ. അവർ പറയുന്നത് അവർക്കൊരു സിമ്പിൾ ഡിസൈനാണ് ആവശ്യമെന്ന്. അങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊജക്റ്റിനോട് താല്പര്യമുണ്ടെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനി പറയണേ, അതിനെന്തിനാ മോനെ നീ ഇങ്ങനെ തലപുണ്ണാക്കുന്നത്, നിൻ്റെ ഭാര്യ നയനയില്ലേ, അവൾക്ക് നന്നായി ഡിസൈൻ വരയ്ക്കാൻ കഴിയുമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ആദർശം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ഇത് എൻ്റെ അമ്മ എന്നെയാണ് ഈ പറയുന്നത്. എന്താ അമ്മ പറഞ്ഞത്? ആടാ, തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷെ ആ തെറ്റ് തിരുത്തുന്നതിലാണ് ഏറ്റവും നല്ല കഴിവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് വരച്ചു തരും നിനക്ക്. എന്താ മോളെ, നിനക്ക് ആദർശിന് വേണ്ടി ഡിസൈൻ വരയ്ക്കാൻ ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ, ഞാൻ വരച്ചു കൊടുത്തോളാം എന്ന് പറയണ്ട. അങ്ങനെ നയനക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ നയന ആദർശനോട് പറയണം, ആദർശേട്ടാ എന്തായാലും ഒരു ഗ്ലാസ് ചായ ഇടാം എന്ന് പറയണം. നീ നാളെ രാവിലെ വീഡിയോ കോളിലായിരിക്കും അവരുമായുള്ള കോൺഫറൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നിനക്ക് വരയ്ക്കാൻ കഴിയുമോ? ഈ രാത്രിക്കുള്ളിൽ നീ വരച്ചെടുക്കണം. അതിനൊക്കെ നിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുമുണ്ട്. അതുപോലെ തന്നെ വരയ്ക്കാനും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആദർശിനോട് നയന പറയണേ, ഇത്തവണ വരയ്ക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് കൂടും. കാരണം എന്താണെന്നറിയോ, എല്ലാ തവണയും എൻ്റെ ആദർശേട്ടനെ ഞാനായി വരച്ചു തരുന്ന, പക്ഷേ ഇത്തവണ അമ്മയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത കുളിരാണ് തോന്നിയത്. അതുകൊണ്ട് എനിക്കൊരു എനർജിയൊക്കെ ഉണ്ട് എന്ന് പറയട്ടാ. അങ്ങനെ ഈ സമയം ആദർശിന് ചായ എടുക്കാൻ വേണ്ടി നയനങ്ങനെ പുറത്തോട്ട് പോവാണ്. എന്നാൽ നവ്യ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ നയന നവ്യയെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നവ്യയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. എടി, നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത്? അപ്പോൾ ഉടൻ തന്നെ ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താ നീ ആളെ കളിയാക്കുകയാണോ? എന്താ നിൻ്റെ മനസ്സിൽ ഇത്ര വലിയ ചിന്താഗതി? എന്താ നിൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വന്നോ, അല്ലെങ്കിൽ വല്ല ടെൻഷനും കയറി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല ചേച്ചി, ആദർശേട്ടന് നാളെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കണമെന്ന് പറയുന്നു. 600 കോടി വിലമതിക്കുന്ന അത്രയും വലിയ പ്രൊജക്റ്റാണ്. അതിലൊക്കെ വരയ്ക്കാൻ എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊരു പേടിയാണ്. അതും വിദേശ കമ്പനിക്ക്. അതൊക്കെ എന്നെക്കൊണ്ട് കഴിയാണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തളരുമ്പോൾ ഉടൻ തന്നെ നവ്യ പറയണേ, എടി നിന്നെക്കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല, നിന്നെക്കൊണ്ട് എല്ലാം കഴിയും. നിൻ്റെ അമ്മായിമ്മയെ മാറ്റിയെടുക്കാനുള്ള ആ കഴിവ് നിനക്കുണ്ടായെങ്കിൽ ഇതും നിനക്ക് കഴിയും. നീ വിചാരിച്ചാൽ എന്തും ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിനക്കുണ്ട്. ഉള്ളതുപോലെ പറയണല്ലോ. ഞാൻ എൻ്റെ ചേച്ചിയാണെങ്കിലും നീ എൻ്റെ അനിയത്തിയാണെങ്കിലും നിൻ്റെ കഴിവുകൾ പണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് കുശുമ്പായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നീ വളരുന്നതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ മോൾക്ക് കഴിയും. എൻ്റെ മോൾ മനസ്സൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വരയ്ക്കാൻ കഴിയുമെന്നുള്ള ആ വാക്കുകളൊക്കെ നവ്യയിൽ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നയന അപ്പോൾ ഉറക്കമൊഴിച്ച് ഈ ഡിസൈൻ വരയ്ക്കാനുള്ള തീരുമാനമാണ്. പക്ഷേ ഇവരുടെ സംസാരം ഇത് അനാമിക കേട്ടിരിക്കുന്നു. അങ്ങനെ അനാമികക്ക് കുശുമ്പ് വരാൻ കേട്ടോ. ഈശ്വര, 600 കോടിയുടെ ഒരു ഡിസൈനാണോ, ഒരു പ്രൊജക്റ്റാണ് ഇവൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് അഥവാ അവൾ വരച്ച് ഈ വീട്ടിൽ ആ ഒരു പ്രൊജക്റ്റ് കിട്ടുകയാണെങ്കിൽ പിന്നീട് നയനപുരാണമല്ല, അതിലപ്പുറം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. എന്നും ഇവളെക്കുറിച്ചുള്ള ഈ വാക്കുകളാണല്ലോ ഈശ്വര കേൾക്കുന്നത്. എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് രേവതിക്ക് അനാമിക ആരും അറിയാതെ ചെന്ന് വിളിക്കാനായിട്ട്. അപ്പോൾ എന്താ മോളെ ഈ അർദ്ധരാത്രിയിലെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, അമ്മേ ആ നയനയില്ലേ, ആ നയനയ്ക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് കിട്ടുന്നത്. എന്ത് നേട്ടം? അതെ, അവൾ 600 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഇനിയിപ്പോൾ അനന്തപുരിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. അവളോട് ഒരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് വരച്ചു കഴിഞ്ഞാൽ അതിവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ സ്ഥാനം പറയാനില്ലല്ലോ. അല്ലെങ്കിൽ അവർക്കൊക്കെ ഇപ്പോൾ മാറ്റങ്ങളുണ്ട്.
ആ വല്യമ്മ എന്ന് പറയുന്നവർ പഴയതുപോലെ എന്നെ സ്നേഹിക്കണമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ രേവതി പറയേണ്ട മോളെ ഇനി ടെൻഷൻ ആകണ്ട, അവൾ ഡിസൈൻ വരച്ചോട്ടെ. അപ്പോൾ അവളെ ഇവിടെ എല്ലാവരും കൂടി വാഴ്ത്തണം എന്ന അമ്മ പറയുന്നത്. അതല്ലടി ഞാൻ നിന്നോട് പറഞ്ഞത്, അവൾ ഡിസൈൻ വരയ്ക്കട്ടെ, ആരും അറിയാതെ ആ ഡിസൈൻ അങ്ങ് നശിപ്പിച്ചാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന അനാമികയ്ക്ക് ഒരു സന്തോഷമൊക്കെ തോന്നണം. അങ്ങനെ അനാമിക പറയട്ടെ, എൻ്റെ അമ്മയുടെ തലയിലുള്ള ബുദ്ധി അത് പറയാതിരിക്കുക എന്ന് വയ്യ എന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം നയന ഡിസൈനൊക്കെ നന്നായി വരച്ചു. ആദർശാണെങ്കിലും നല്ല മയക്കത്തിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ നയന ഈ ഡിസൈനിൻ്റെ ആ ഒരു ചിന്തായത് കൊണ്ട് തന്നെ രാത്രിയിൽ വെള്ളം കൊടുന്നു വെക്കാൻ മറന്നിരിക്കുന്നു. അങ്ങനെ അർദ്ധരാത്രി ഏകദേശം ഒരു പുലർച്ചയോടുകൂടി നയന ഡിസൈൻ വരച്ച് തനിക്കൊരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് കരുതി ജഗ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരൊറ്റ വെള്ളമില്ല. അങ്ങനെ നയന താഴോട്ട് പോകണം കേട്ടോ. ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി നയന താഴോട്ട് പോകണം. അപ്പോൾ അനാമിക അതിനുള്ളിൽ കയറി പറ്റുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ അനാമിക ആ ഡിസൈൻ നോക്കുമ്പോൾ അനാമികയുടെ കണ്ണ് പോലും തള്ളിപ്പോകുന്ന അത്രയും നല്ല ഡിസൈൻ ആയിരിക്കും കേട്ടോ. ഈശ്വര, ഇത് കണ്ട ആരും എന്തും കൊടുക്കും. 600 അല്ല 1000 കോടി വരെ വിലമതിക്കുന്ന അത്രയും നല്ലൊരു ഡിസൈനാണ്. എന്തായാലും അവൾ വരയ്ക്കട്ടെ, അവൾ വരച്ചല്ലോ, ഇതൊരു നശിപ്പിക്കുക എന്ന് കരുതിയിട്ട് അനാമിക എന്ത് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്ന മഷിയെല്ലാം കൂടി അതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നീട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നയനക്കറിയില്ല. നയനയാണെങ്കിലോ വെള്ളം കുടിച്ച് ആദർശിൻ്റെ അരികിൽ വന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം നയന കിടന്ന് ആ പതിവ് പോലെ തന്നെ അതിരാവിലെ എണീറ്റ് പൂജാമുറിയിൽ പോകലും കുളിക്കലും കുറിത്തൊടലും അങ്ങനെ വേണ്ടവർക്കെല്ലാം ചായ ഉണ്ടാക്കി കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആദർശനുള്ള ചായയുമായി നയന റൂമിലോട്ട് വരണം. അപ്പോൾ ആദർശാണെങ്കിലോ, എടോ ഇന്നലെ രാത്രി നീ ഒരു പോള കണ്ണടച്ചില്ലെന്ന് തോന്നുന്നു, എന്നിട്ട് നീ ഇത്ര രാവിലെ എണീക്കണോ? ഇവിടെ ബാക്കിയുള്ളവർ ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം കിടന്നുറങ്ങായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല ആദർശേട്ടാ, ഞാൻ വരച്ച ഡിസൈൻ ആ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുമോ എന്നൊരു പേടിയാണ് എൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതൊന്നും നീ പേടിക്കണ്ട, അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ആദർശേട്ടന് പറയാം. പക്ഷേ എനിക്ക് ഞാൻ ആ വരച്ച ഡിസൈന് ഈ ഒരു പ്രൊജക്റ്റ് ആദർശേട്ടന് നേടാൻ കഴിയുകയാണെങ്കിൽ എനിക്കും സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ല താൻ വരച്ച ഡിസൈൻ ഞാൻ കണ്ടില്ലല്ലോ, ഇതാ ആദർശേട്ട എന്ന് പറഞ്ഞ് നയന എടുത്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ നയന അത് നോക്കുന്നില്ല. അങ്ങനെ ആദർശ കവറിൽ നിന്നത് എടുത്ത് നോക്കുമ്പോൾ അത് ആകെ മഷി വരേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇതെന്താടോ, ഇതെന്താ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി ഇന്നലെ ഉറങ്ങുന്നതിന് മുന്നേ മഷിയിട്ട് അടുത്ത് വെച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ആദർശേട്ട, ഞാനത് വരച്ച് നല്ല രീതിയിൽ കവറിലിട്ടതായിരുന്നല്ലോ, പക്ഷേ ഈ പണി ആരും ഒപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദർശ് കുറച്ച് നേരം ചിന്തിച്ചിട്ട് പറയുന്നത്, ഇത് അവൾ തന്നെ, അനാമിക തന്നെ, അവൾക്കേ ഈ ദുഷ്ടബുദ്ധി ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ നമ്മുടെ റൂമിലോട്ട് മറ്റാരും കയറാനുള്ള ആ കഴിവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ആദർശേട്ട ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല മോളെ, 10 മണിക്ക് അവരുടെ കോൺഫറൻസ് ആണ്, ആ സമയത്ത് വീഡിയോ കോളിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്ത് പറയുന്നു എനിക്കറിയില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ ദേവിയാനി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ ദേവിയാനി എന്താ നയന മോളെ നീ ഡിസൈൻ വരച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നയന പറയാണ്, ഞാൻ ഡിസൈനൊക്കെ വരച്ചു അമ്മേ, അത് രാവിലെയാണ് ഞാൻ കിടന്നത്, പക്ഷേ ആ ഡിസൈൻ ഇപ്പോൾ ആരോ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ദേവിയാനിക്ക് മൊത്തത്തിൽ അടിമുടി കയറണം. എന്താ ഈ പറയുന്നത്? ഈ റൂമിൽ കയറി ആ ഡിസൈൻ നശിപ്പിച്ചെന്നോ? അതേ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട് നവ്യ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ നവ്യ പറയണേ, ആര് നശിപ്പിക്കാൻ? അവൾ തന്നെ, അവൾ കേട്ടിട്ടുണ്ടാവും ആ അനാമിക എന്ന് പറയണ്ട. അപ്പോഴേക്കും ദേവയാനി പറയണേ, ഇനി ഇവിടെ ഇതൊരു സംസാരമാക്കണ്ട, മക്കൾ പോയിട്ട് വേറെ ഡിസൈൻ വരക്ക് നയന, നിന്നെ കൊണ്ട് കഴിയും, മോള് പെട്ടെന്നൊരു ഡിസൈൻ വരയ്ക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ഈ സമയം നയന പറയുന്നുണ്ട്, എത്രയോ മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഞാൻ ആ ഡിസൈൻ വരച്ചത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ആദർശ് പറയണ, നിന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ 10 മണി വരെ സമയമല്ലേ, ഇനി അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കാൻ നോക്കുക, ക്ലയൻസിനൊന്ന് കാണിച്ചു കൊടുക്കാൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോട്ടെ, പക്ഷേ അവരെ കളിയാക്കുന്നത് പോലെ ആവരുതല്ലോ, അവർ ഡിസൈൻ എവിടെ ചോദിച്ചാലും ഒന്നും കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഏകദേശം 10 മണിയോട് അടുക്കാറായിട്ടോ. നയനയോട് എല്ലാവരും കൂടി പറഞ്ഞിട്ട് നയന ഡിസൈൻ വരക്കാൻ ഇരുന്നിരിക്കുന്നു. അങ്ങനെ 10 മണി ആയി തുടങ്ങണം കേട്ടോ. അപ്പോൾ അനാമിക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നയനയുടെ റൂമിൽ എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ നയന നല്ല ടെൻഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എടി ഈ സമയം കൊണ്ട് നിന്നെക്കൊണ്ട് എന്തായാലും വരക്കാൻ കഴിയില്ല, ഇന്നലെ രാത്രി കിടക്കാൻ നേരം നീ വരച്ചിട്ട് അത് രാവിലെ പുലർച്ചയോട് കൂടിയിട്ടല്ലേ കഴിഞ്ഞത്, എന്തായാലും ഡിസൈനോട് ഒക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അനാമിക ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി, അനന്തപുരിയിൽ ഇത്തവണ നിൻ്റെ പേര് കിട്ടില്ല, നിൻ്റെ പേര് നശിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം എന്ത് ചെയ്യുന്നു, നയന ഇങ്ങനെ ഡിസൈൻ വരച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പറയുന്ന വീഡിയോ കോൾ വന്നിരിക്കുന്നു കേട്ടോ. ഈ വിദേശത്ത് നിന്നുള്ള ആ വീഡിയോ കോൾ വരികയാണ്. അങ്ങനെ നയനയെ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആദർശ് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ മുത്തശ്ശൻ ആവശ്യപ്പെടണം. അതുപോലെ തന്നെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ അവർ പറയാണ്,
ഞങ്ങൾ ആവശ്യപ്പെട്ട ഡിസൈൻ വരച്ചിട്ടുണ്ടോ എന്ന് ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശ് പറയണം അത് ചെറിയൊരു തിരുത്തുണ്ട്, ആ തിരുത്ത് ഉള്ളത് കൊണ്ട് ഒരു അരമണിക്കൂറും കൂടി കാത്തിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തീർച്ചയായും പറ്റുമെന്ന് പറയണ്ട. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയണേ. അങ്ങനെ നയനയുടെ അടുത്തോട്ട് ദേവയാനി ചെല്ലുന്നുണ്ട് കേട്ടോ. മോളെ എന്തായി, വരച്ചത് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ആയി വരുന്നു എന്ന് പറയണ്ട. അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവർ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ആദർശ് ആ കോൾ അറ്റൻഡ് ചെയ്യാണ്. അങ്ങനെ അവർ ചോദിക്കുമ്പോൾ നയന ആ ഡിസൈനുമായി വരികയാണ്. അങ്ങനെ ആ ഡിസൈൻ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഒരൊറ്റ നോട്ട് കേട്ടോ. അവരത് നോക്കി ഉടനെ അവർ പറയണേ ഈ ഡിസൈൻ വരച്ച വ്യക്തിയെ ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിട്ടാ. ഇതെന്താ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല അത്രയും നല്ല കഴിവുള്ള കുട്ടിയാണ്, ആ കുട്ടിയെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് അത് പറ്റുമോ, അവരവിടെ ഉണ്ടോ, അതല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കാം അപ്പോൾ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയണേ ഞങ്ങളുടെ കമ്പനീൻ്റെ ഡിസൈനറും അതുമാത്രമല്ല അവൾ എൻ്റെ ഭാര്യയുമാണ് എന്ന് പറയട്ടോ. ആഹാ എന്നിട്ടാണോ ഇപ്പോൾ കാണിച്ചു തരാൻ ബുദ്ധിമുട്ട്, അയ്യോ അങ്ങനെയൊന്നുമില്ല അവളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയെ കാണിച്ചു കൊടുക്കണേട്ടാ. അങ്ങനെ നയനയോട് അവർ പറയുന്ന ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോഴേട്ടാ. ഇതേ സമയം അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അനാമികയ്ക്ക്. ഈ നാശം പിടിച്ചവൾ വരയ്ക്കില്ല എന്ന് കരുതിയിട്ട് വരക്കാൻ കഴിഞ്ഞു. ഇവൾ എവിടെ പോയാലും സ്റ്റാർ ആവുകയാണല്ലോ, മറ്റുള്ളവർക്ക് ഇവളൊരു അപമാനമാവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. ഇവൾ കാരണം മറ്റുള്ളവർ മുന്നിൽ ഞാൻ ഒന്നല്ലായി മാറുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നവ്യ ഹെഡി നീ എന്ത് ചെയ്താലും എൻ്റെ നയനയെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ലടി എന്നിങ്ങനെ നവ്യ മനസ്സുകൊണ്ട് അനാമികയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനാമിക എന്താ ഇവർ എന്നെ നോക്കുന്നത് കണ്ടാൽ ഞാനത് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായതുപോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ നയനയോട് അവർ പറയണേ കുട്ടി നീ വരച്ച ഡിസൈൻ അടിപൊളിയാണ്, ഇതിന് പറയാൻ വാക്കുകളില്ല, ഇതിന് വലിയൊരു സമ്മാനമാണ് നിനക്ക് നൽകേണ്ടത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവർ എന്ത് സമ്മാനമായിരിക്കും ഇനി അവൾക്ക് നൽകുക എന്നിങ്ങനെ അനാമിക ചിന്തിച്ച് പോകണേ. അങ്ങനെ ആദർശിനോട് പറയണേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിന് തരുന്ന ആ പൈസ അല്ലാതെ വേറൊരു സമ്മാനം നൽകുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന എല്ലാവരും നയനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ അനാമികക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശനെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് മുത്തശ്ശൻ വരുന്നത് അവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നതായിരിക്കും കേട്ടോ. നയനമോളെ എവിടെ എന്ന് ചോദിച്ചിട്ടായിരിക്കും മുത്തശ്ശൻ വരുന്നത്. അപ്പോൾ നയന അവിടെ ഉണ്ട് എന്ന് ദേവയാനി പറയണം. അപ്പോൾ ഉടൻ തന്നെ നയനമോൾ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈകൾ പിടിച്ച് മുത്തശ്ശൻ പുറത്തോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അത് കാണുന്ന അനാമിക എന്തിനാ അപ്പോൾ അവർ നയനയുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്, ഇനിയിപ്പോൾ എന്തെങ്കിലും കൊടുക്കാനായിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കാണാൻ നയനയുടെ മുന്നിലോട്ട് ഒരു കാർ ഇങ്ങനെ വരുന്നു കേട്ടോ. അത് കാണുന്ന അനാമിക ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര ഇതൊരു ലക്ഷറി കാറാണല്ലോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ദേവയാനിയോട് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നയനയുടെ മുഖത്തോട്ട് നോക്കുകയാണ് കേട്ടോ. സംഭവം എന്തെന്ന് മനസ്സിലാവാതെ ആദർശം നയനയും നവ്യൊക്കെ നിൽക്കണം. അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ പറയണേ ഇന്നേ വരെ വിദേശ കമ്പനിയുടെ ഒരു ഡിസൈൻ മോളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയത് നീ കാരണമാണ്. എത്രയോ മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ പ്രൊജക്റ്റുകൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. മറ്റുള്ള കമ്പനികളാണ് നേടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ മോൾ കാരണം 600 കോടിയുടെ പ്രൊജക്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോളോട് എന്ത് പറഞ്ഞാലും എനിക്ക് മതി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ മോൾക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയണേ. ഇത് ഞാൻ മാത്രമല്ല നിൻ്റെ അമ്മായിമ്മൻ കൂടി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ദേവയാനി പറഞ്ഞിട്ടോ എന്നുള്ള ആ ഭാവത്തിൽ അനാമിക ആകെ ഞെട്ടിപ്പോഴേട്ടാ. ഇതേ സമയം നയനക്ക് ആ 25 കോടിയുടെ ആ ലക്ഷറി കാർ അങ്ങ് കൊടുക്കുമ്പോൾ 12 ലക്ഷത്തിൻ്റെ കാറ് കൊണ്ടുവന്ന് വേണു ഒരുപാട് ഷൈൻ ചെയ്തല്ലോ. ആ ഒരു സീൻ ഇങ്ങനെ ആലോചിക്കേണ്ടിട്ടാ നവ്യ. അപ്പോൾ നവ്യ ഹെഡി ഇനി 12 ലക്ഷത്തിൻ്റെ കാറ് കൊണ്ടുവന്ന് എൻ്റെയും എൻ്റെ അനിയത്തി എന്തെല്ലാം തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം എന്തായടി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അനാമികയ്ക്ക് തലപൊക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു 25 കോടിയുടെ കാറിൽ എൻ്റെ മോള് തന്നെ ഈ വണ്ടി ഓടിക്കണം, എൻ്റെ മോള് തന്നെ ഇത് കൊണ്ടുപോകണം, എൻ്റെ മോളും ആദർശം കൂടി ഒന്ന് കറങ്ങി വാ എന്ന് ദേവയാനി പറയണം. അങ്ങനെ ആ ചാവി ദേവയാനി തന്നെ 25 കോടിയുടെ ആ കാറിൻ്റെ ചാവി നയനയുടെ കൈക്കുള്ളിൽ വെച്ച് കൊടുത്ത് മോളെ നീയും ആദർശം ഈ വണ്ടിയിലൊന്ന് കറങ്ങി വാ എന്ന് പറയുമ്പോൾ അനാമിക ആകെ തകർന്ന് തരിപ്പിടമാവുകയാണ് കേട്ടോ.